അപ്പൊ നമ്മളങ്ങനെ ഡെയിലി വ്ളോഗിന്റെ എത്രാമത്തെ വ്ളോഗാണ്? 7ാമത്തെ വ്ളോഗ്. അപ്പൊ 7ാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, അപ്പൊ നമ്മളിപ്പോ അപ്പൊ നമ്മളിങ്ങനെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാല് ഇപ്പൊ ആദ്യം തന്നെ ഒന്ന് മുടിയിട്ടാൻ വേണ്ടി വന്നോ. അതെ അതെ, കാട്ടുവാക്ക കോലാക്കി. നിങ്ങള് ബാക്കി വ്ളോഗിലൊക്കെ ശ്രദ്ധിച്ചറിയാം, ഒരുമാതിരി കാട്ട് കോലാണ്. എന്തായാലും നമുക്ക് പിന്നെ ഇതാണ് അഭിനന്ദി. അതെ, കസിനായിട്ട് വരും. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാരും കൂടി ഇട്ടിട്ടോ, ഞാൻ മാത്രല്ല. ഞാൻ വിട്ടില്ല. താടിയോ? അപ്പൊ എന്തായാലും നമുക്ക് മുടിയൊക്കെ വെട്ടിട്ട് കാണാം. ഇപ്പള്ള കോലൊക്കെ കണ്ടു ചെറിയ. ഇപ്പൊ എന്താണെന്നൊന്നും പറയാറ്റില്ല. വെട്ടി കഴിഞ്ഞാല് കോലം തന്നെ. എന്തായാലും നമ്മൾ നോക്കാം. സ്റ്റിക്കർ അടിച്ചു. ബൈ, പേരെന്താണ് ബൈ? പറയ്. സുബ്രഹ്മണ്യ ശാസ്ത്രി. സുബ്രഹ്മണ്യ ശാസ്ത്രി. മിസ്റ്റർ സുബ്രഹ്മണ്യ ശാസ്ത്രി. അപ്പൊ ഈ കാട്ടുമാക്കനെ ഒന്ന് റെഡിയാക്കിയാണ്. പുറത്തേക്ക് ഇറങ്ങി പോയിരിക്കുന്നതാണ്. എനിക്ക് ബെസ്റ്റ് തോന്നി. പിന്നെ വിശക്കുന്നല്ല പിന്നെ പറയാ. ഇതേതത് വീട്ടിൽ ഇതല്ലേ പിള്ളേരല്ല എന്റെ വീട്ടിൽ. എനിക്ക് എനിക്ക് വിശക്കൂലെന്ന് പറയില്ല. പക്ഷെ ഞാൻ പറയില്ല. ഞാൻ പറയണ്ടേ ഓനെ കാട്ടാൻ വേണ്ടി പറയുന്നുണ്ട്. കാണിച്ചു കൊടുത്തേ എല്ലാം കഴിഞ്ഞിട്ട് ഞാനങ്ങനെ മുടി കാര്യങ്ങളൊക്കെ വെട്ടിട്ടോ. മുടി വെട്ടി കഴിഞ്ഞു. കുഴപ്പമില്ല തോന്നുന്നു. ഇപ്പൊ കുറച്ച് അലമ്പൊക്കെ പോയിട്ടോ. എങ്ങനെ അലമ്പ് കൂടിയതാണ്. അലമ്പ് വർത്താനട്ടോ. വണ്ണിറങ്ങി കഴിഞ്ഞ് ഇതിന് പുറത്തിറക്കാൻ പറ്റൂല. ഞാൻ പുര വയ്ക്കോ. ഞാൻ പുരയിലേക്ക് പറഞ്ഞു. ഞാൻ തിന്നുന്നുള്ളൂ. ആയിക്കോട്ടെ, കുറച്ച് പൊതിഞ്ഞെടുത്തോ. ഇത്ര പ്രശ്നമല്ല. ആ പോകുന്ന വൈകിട്ട് കഴിക്കാം. അതാ ഞാൻ പറഞ്ഞു. നമ്മളങ്ങനെ മുടിയൊക്കെ വെട്ടി വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി. എന്താ പറയുക, ഇപ്പോൾ എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. വണ്ടി ഷാട്ടാക്കാൻ നിൽക്കുകയാണ്. ഇത് കാണില്ലല്ലോ. എന്തായാലും നമ്മളിനി വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലൊക്കെ പോകും. ഞാൻ ഡ്രൈവർ വിലാണ്. ഞാൻ ആയില്ല ഓട്ടി എന്താ ഇവര് ഞാൻ കൂടെ പോന്നാല് ഞാൻ മാത്രമേ വണ്ടി ഓട്ടുള്ളൂ. അടുത്തേക്ക് എനിക്ക് വെച്ചാ 2-3 വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള മനുഷ്യാവകാശ കമ്മീഷനിൽ പീസ് കൊടുക്കും. ചിന്തയുള്ളൂ. അപ്പൊ നമ്മളെങ്ങനെ എന്താ പറയാ, മന്തി ഇന്നലെ മന്തി കഴിച്ച സീനായി. ഓ നല്ല വെയിറ്റ്. അത് നാളെ അല്ലേ വരിക? അല്ല അത് നാളെ വരും. എന്തായാലും ഡെയിലി വ്ളോഗാണല്ലോ. ഡെയിലി നടക്കേണ്ട കാര്യങ്ങൾ ഇടേണ്ടതിന് പകരം വൈകുന്നേരം നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇട്ടുള്ളൂ. അതാണ്. നേരത്തെ മുടി ഇട്ടാൻ പോയതൊക്കെ ഒരു ഉച്ചക്ക് ഒരു 12 മണി ടൈമൊക്കെ ആയി. എന്തായാലും ഇനി അങ്ങോട്ട് ഇപ്പം ഏകദേശം വ്ളോഗ് കാര്യങ്ങളൊക്കെ നല്ല സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് അതിനെക്കാട്ടിലും അടിപൊളിയാക്കും. എന്തായാലും അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പോയിട്ട് കളാം. അപ്പം നമ്മളങ്ങനെ വീണ്ടും അക്ഷയൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഗേസ് അശ്വരി മാത്രമേ ഉള്ളൂ. അയ്യോ, ഇന്ന് ഒരുങ്ങുന്ന കാണാൻ ആൾക്കാർ റെഡി. ബെറ്റിക്കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിക്കുന്നത്.
നമ്മളെങ്ങനെ പെട്രോൾ പമ്പിലാട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ വണ്ടിയിലെ പെട്രോൾ തീർന്നു പോയി. അങ്ങനെ ഞങ്ങൾ വയ്യാതാരായി. അതെ, അപ്പൊ പെട്രോൾ വാങ്ങി. അപ്പൊ ആകാശ് ആ വണ്ടി എടുക്കാൻ പോയാട്ടോ. നമ്മളിങ്ങനെ അവിടെ കാത്തിക്കാം. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ ചായ അടിക്കാൻ പോകാൻ നിൽക്കുന്നത്. ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. ചായ ആണോ അതോ ഫലൂഡ. എനിക്ക് സൈഡ് എനിക്ക് ഫലൂഡ മതി. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ കഴിക്കാൻ പോകും. ചായ അടിക്കാൻ വന്നിട്ട് നമ്മൾ ഡെയിലി ചായ അടിക്കലാട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചായക്ക് എന്തൊക്കെയാ വെറൈറ്റി ആക്കിയത്. 2 വെള്ളച്ചായ ഞാനും വരും. പിന്നെ എന്തോ എനിക്കറിയില്ല. ഞാനും വരും വെള്ളച്ചായ കൂടാൻ ഞാൻ കോഫി കുടിക്കണ്ടേ. അതെ, നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വരട്ടോ. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇറങ്ങിയേക്കമ്മേ. ഇപ്പൊ എന്നെ പറ്റിച്ചു ചെയ്തു. ഫലൂഡ വാങ്ങി തരാറിട്ട് ഇപ്പം വെറും പാലുവെള്ളം വാങ്ങി. പാൽവെള്ളമാണല്ലോ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ നമുക്ക് എന്താ വാങ്ങി കൊടുക്കാൻ വെറുതെ പൊട്ടിക്കുന്നതാണ്. അതുകൊണ്ട് പിന്നെ വാങ്ങി കൊടുത്തില്ല. നാളെ ഫലൂഡ കഴിക്കും. ഇനിയിപ്പേട്ട പോവാ ഞാൻ അങ്ങോട്ടെങ്കിലൊക്കെ പോവാ. കാണാൻ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്തോണ്ട് ഭയങ്കര വിഷയമാണ്. ഇത് നിങ്ങൾ ഈ വ്ലോഗിന്റെ ഒരു 50ാമത്തെ വ്ലോഗൊക്കെ ആകുമ്പോ നോക്കി ഇതെന്താ തടിച്ച് ഗുണ്ടുപണിട്ടാവട്ടെ. എനിക്ക് തിന്നണോ വിശപ്പില്ലേ? വിശപ്പ് ചെറുതായിട്ട് ഇത് കുറച്ച് കൂടുതലാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൈസ കഴിച്ചാൽ അതുകൊണ്ട് അയച്ചു ലാസ്റ്റ് സ്കാനർ എടുത്തിട്ട് എനിക്ക് പൊറ്റാൻ വേണ്ടിയില്ല. അപ്പൊ ഇന്നത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അക്ഷയ് ഇവിടെ നെഞ്ചാൻ എടുക്കണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മള് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് കാര്യങ്ങളൊക്കെ അവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇന്നാണെങ്കിൽ ഞങ്ങൾ 2 പ്രാവശ്യം പെട്രോൾ വരുന്ന തുടങ്ങി. പിന്നെ കൊറേ ട്രാജഡി ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല. ജാഥന്റെ പോയി പെട്രോൾ വാങ്ങി. അതെ, എന്തായാലും നമ്മള് ചായ കൂടി മുടക്കിയില്ല. നിങ്ങൾക്ക് അറിയാലോ, ചായയും മന്തിയും. അതെ, ചായ ഡെയിലി. മന്തിന്റെ നമ്മള് കാണിച്ചില്ല. ഞങ്ങൾ എന്തായാലും ഇന്നലെ തന്നെ ഞങ്ങള് മന്തി കഴിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ നിങ്ങൾ എപ്പോഴും കാണിക്കുന്ന ഒരു ബോർ പരിപാടി അല്ലേ. എപ്പോഴും ഒരു സാധനം തന്നെ ചെയ്യും. എപ്പോഴും മന്തി ആയിട്ടാ പോയി. ഒരു കാതല്ലാത്ത. അപ്പൊ എന്തായാലും നമ്മളെ വ്ളോഗ് കാര്യങ്ങളൊക്കെ വൈകിട്ടാണ്. അപ്പൊ അടുത്തൊരു ദിവസം ഇതിനെക്കാട്ടും സെറ്റ് ആക്കിട്ട് നമ്മള് വരും. അപ്പൊ ഞങ്ങളെ വീട്ടിൽ പോവാണ്. അപ്പൊ ഇനി നിങ്ങള് ഇത് കണ്ടിട്ട് എന്താ അഭിപ്രായം പറയാ. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.